കൗശിക് അതെ അതിന്റെ കോമന്റ്സ് നിങ്ങൾ തമ്മിൽ ലവ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോമന്റ്സ് ഉണ്ട്. എന്താണ്? ഞാൻ എവിടെ പോയി എന്നാ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നാലും എന്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞ അച്ഛത് ഒതുക്കി തീർത്തോന്ന് എനിക്കറിയാം. ഇപ്പൊ ഞാൻ കോളേജിലാണ് ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അച്ഛൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് അച്ഛനത് എന്തെങ്കിലുമൊക്കെ ചെയ്തോളും എന്ന് എനിക്ക് അറിയാം. അച്ഛൻ അത് നോക്കിക്കോളും. അമ്മയ്ക്ക് അങ്ങനെ ഇമോഷണലി ഭയങ്കര. അച്ഛന് പിന്നെ ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ, ഞാൻ സംഭവമാണ്. അങ്ങനെ അച്ഛക്കെല്ലാം എന്റെ മോള് കഴിഞ്ഞിട്ട് ഇവള് സംഭവം എപ്പോഴും. അതെ, അച്ഛക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്. എപ്പോഴും എന്റെ പുറകിൽ ഇങ്ങനെ എന്റെ അച്ഛയുണ്ട് എന്ന് എനിക്ക് ഭയങ്കര ഭയങ്കര ധൈര്യമാണ്. അപ്പം ഇപ്പൊ എനിക്ക് ആരോടെങ്കിലും ചെന്ന് എന്തെങ്കിലും പറയാനാണെങ്കിലോ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിലോ എനിക്കതിനൊരു കുഴപ്പമില്ല. കാരണം എനിക്ക് അച്ഛനുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ധൈര്യമാണ്. സിംഗിൾ ഓർ കമ്മിറ്റഡ്? 1 2 ഇതെന്താ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ? ഞാൻ എല്ലാ ആൾക്കാരെയും എനിക്ക് ഭയങ്കര സ്നേഹം വന്നാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്കിപ്പോ ഇഷ്ടം കൂടി കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി മിണ്ടും സംസാരിക്കും. ഞാൻ എന്റെ സമയം വേണ്ടെന്ന് വെച്ച് ഞാൻ അവർക്ക് വേണ്ടി ഇരുന്ന് സംസാരിക്കും. ചേട്ടൻ എന്ന് എനിക്ക് ഗുഡ് മോർണിംഗ്, ഫുഡ് കഴിക്കാൻ പോവാ, റിക്വസ്റ്റിലാ കിടക്കുന്നേ. അയ്യോ ആ ചേട്ടനെ കഴിഞ്ഞ് ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ലോ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. ആ സമയത്തായതുകൊണ്ട് എങ്ങനെയെങ്കിലും ആരുടെങ്കിലും ഒക്കെ വഴക്കുണ്ടാക്കുക അങ്ങ് പോവാന്നുള്ളതല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് ഇത് നമ്മൾ ഭയങ്കര ഒരു സംഭവമാണ് നമ്മുടെ മുന്നിൽ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. പ്രിയനങ്ങൾ വിളിക്കുമ്പോൾ ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഇപ്പൊ അവര് പണ്ടത്തെ ഇതിൽ തന്നെ ആയിരിക്കും സംസാരിക്കുക. പക്ഷെ നമ്മൾ ഭയങ്കര അയ്യോ ഇവരുടെ കൂടെ ആണല്ലോ ഞാൻ ചെയ്തത് എന്നൊരു സംഭവം, ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തിരിച്ച് അതേ ഒരു ബോണ്ടിങ് ആയിരിക്കണം എന്നില്ല നമ്മളുടെ. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോട് കൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ് അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോട് കൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കീനാവിൻ്റെ പൊൻതൂവൽ കൊണ്ടു പന്തലിട്ടു. ഈ ഒരൊറ്റ പാട്ടിലൂടെ നമ്മുടെ മലയാളികൾക്ക് പ്രിയങ്കരായിട്ടുള്ള ഒരാളാണ് ഇന്നലെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു മീനാക്ഷി. ഞാൻ ഞെട്ടിപ്പോയിട്ടോ, ഞാൻ വിചാരിച്ചില്ല. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ചക്കമ്പക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ സെപ്റ്റംബർ 24 ഇറങ്ങുന്ന സൂപ്പർ ജിംനിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് മീനൂട്ടി ഇന്നെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലേ? പറയേ, നമ്മളിപ്പോ ട്രെയിലർ കണ്ടപ്പോ അതിനകത്തൊരു കൊലപാതകത്തിന്റെ എന്തൊക്കെയോ കണ്ടു, പിന്നെ ഒരു ഫാമിലി മൂവി ആയിട്ട് ഒരു ഫാമിലി മൂവിയാണത്. മെയിൻ ആയിട്ടും ഒരു നാട്ടും പ്രദേശത്ത് നടക്കുന്ന, അവിടെ ബേസ് ചെയ്ത് നടക്കുന്ന ഒരു മൂവിയാണ്. നമ്മുടെ ഷൂട്ടാണെങ്കിലും ഫുൾ പത്തനംതിട്ട ബേസ് ചെയ്ത് അവിടെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. പൊതുവെ നമ്മൾ ഈ ഫാമിലി മൂവീസിനൊക്കെ നമ്മളാണെങ്കിൽ ഒരു എന്താ പറയാ സ്നേഹക്കൂട് അങ്ങനത്തെ ഒരു പേരല്ലേ നമ്മൾ പ്രതീക്ഷിക്കുക. ഇതാണെങ്കിൽ കുറച്ച് ഫ്രീക്ക് പേരല്ലേ, സൂപ്പർ ജിംനി പറഞ്ഞൂടാ അവരെന്താ അങ്ങനെ ഇട്ടതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അതെ, നമുക്ക് സിനിമ കാണുമ്പോ ചിലപ്പോ മനസ്സിലാവുമായിരിക്കും അല്ലെ? ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് തന്നെ ഈ കൊലപാതകത്തിന്റെ ഇത് നമ്മൾ കാണുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ ഈ പോസ്റ്ററിലാണെങ്കിൽ ഷീ വാസ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതിയിട്ടുണ്ട്. അതെന്തെങ്കിലും ഒരു ഇതാണോ, എന്തെങ്കിലും ഒരു സൂചന എന്തെങ്കിലും ആണോ? അത് ഞാൻ പറഞ്ഞ തീർന്നു പോവില്ലേ ഇവിടെ. അന്ന് മീനൂട്ടിയുടെ ക്യാരക്ടർ എന്താ, എന്ത് ക്യാരക്ടർ? ഒരു സെൻട്രൽ ക്യാരക്ടറാ ചെയ്യുന്നത്. ഈ കുട്ടീനെ ഈ ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് ബാക്കി സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു നാട്ടും പ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന കുറെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഡ്രഗ് അബ്യൂസിനൊക്കെ എതിരെ ഉള്ള കുറച്ച് മോറൽസും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണ്. എല്ലാരും മീനൂട്ടി മീനൂട്ടി എന്ന് വിളിച്ചത് ശരിക്കും പേര് എന്തൊരു വായിക്കിട്ടാ പേര്. അപ്പൊ എല്ലാരും എന്താ വിളിക്കുന്നത്, മീനാക്ഷി എന്നാണോ മീനൂട്ടി എന്നാണോ? അനുനയ അങ്ങനെ ആർക്കും അറിയില്ല. മീനാക്ഷിയാണ് ശരിക്കും വീട്ടിൽ വിളിക്കണ പേര് മീനാക്ഷി. അപ്പൊ മീനൂട്ടി എന്ന് എല്ലാരും വിളിക്കാൻ എളുപ്പത്തിൽ വിളിക്കും. എന്നെ എന്ത് വിളിച്ചാലും ഞാൻ വിളിക്കും. ഈ മീനൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ചെറുപ്പം തൊട്ടേ കാണാൻ തുടങ്ങിയതാ. ഒരു 9 വയസ്സ് 10 വയസ്സിലേ നമ്മൾ സ്ക്രീനിൽ കാണാൻ തുടങ്ങിയതാണ്. അപ്പൊ ഈ എല്ലാവർക്കും ഇപ്പോഴും ഒരു കുട്ടിയായിട്ടാണോ കാണുന്നത് എല്ലാവരും? അതങ്ങനെ ഇരിക്കട്ടെ, അതല്ലേ നല്ലതാവാൻ പെട്ടെന്ന് പറ്റുമല്ലോ. പ്രത്യേകിച്ച് ഈ അമ്മമാർക്കൊക്കെ, കാരണം നമ്മൾ ഈ ചെറുപ്പത്തിലേ കാണുന്നോണ്ട് നമുക്കാണെങ്കിൽ അവരിപ്പോ എത്ര വളർന്നാലും ഒരു പ്രത്യേക വാത്സല്യായിരിക്കും. അങ്ങനെ എങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്? ഇഷ്ടമല്ല, അത് എനിക്കിഷ്ടമാണ്. എന്നെ അങ്ങനെ ഞങ്ങൾ എപ്പോഴും എന്റെ വീട്ടിലെ കുട്ടീനെ പോലെയാണ് എനിക്ക് എല്ലാരും വന്ന് പറയാം. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഈ മൂവിയിലെ വേറെ കാസ്റ്റ് ഒക്കെ ആരൊക്കെ? ഞാൻ കുറെ പേര് താഴെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മൾ എപ്പോഴും മൂവി കണ്ട് പരിചയമുള്ള ഒത്തിരി പണ്ട് തൊട്ടേ മൂവി ഫീൽഡിലുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഞാനിപ്പോ ആദ്യം പാടിയ ഈ പാട്ടിലൂടെയാണ് എല്ലാവർക്കും മീനൂട്ടിനെ അറിഞ്ഞു തുടങ്ങിയത്. അപ്പം എന്താണ് അമർ അക്ബർ അന്തോണി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂവിനെ പറ്റി ഇപ്പൊ ആലോചിക്കുമ്പോ എന്താ തോന്നുന്നത്? ആ ഒരു സെറ്റ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും, കാരണം അമർ അക്ബർ
അക്ബർ ഞാൻ കുറെ മൂവി കഴിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ എന്നെ എല്ലാവർക്കും അറിയുന്നത് അമർ അക്ബറിലൂടെയാണ്. അതിലെ പാത്തുവിനെയാണ് എല്ലാവർക്കും അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഇപ്പോഴും വിളിക്കാറുണ്ടോ? ഓ ഇഷ്ടംപോലെ വിളിക്കാറുണ്ട്. നാദശാങ്കൾ തന്നെ ഇപ്പോഴും വിളിക്കുന്ന ആൾക്കാർ കുറെ പേരുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അമർ അക്ബർ ഒപ്പം എന്നൊക്കെ പറയുമ്പോ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമുള്ള എന്റെ ഏറ്റവും നല്ല മെമ്മറീസ് ആണ് അതൊക്കെ. അപ്പൊ അതൊരു എത്ര വയസ്സിലാണ് ചെയ്തത് ആ മൂവി? 8 വയസ്സൊക്കെ. ഇപ്പൊ എത്ര വയസ്സായി? 19 വയസ്സ്. ഒരു 10 വർഷം 11 വർഷം മുന്നേ. അപ്പൊ അവിടത്തെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ആ ഒരു സെറ്റിലത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങളും? കൊറേ ഇപ്പം എല്ലാം ഞാനായിരുന്നു സെറ്റിലെ ഏറ്റവും ചെറിയ ആള്. അമർ അക്ബർ എല്ലാവരുടെയും മറ്റേ ആയിരുന്നു. അതെനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ആ സമയത്താണല്ലോ കുറച്ച് മൂവീസ് ഒക്കെ ചെയ്തോണ്ടിരുന്നത്. ഒപ്പമായാലും അതൊക്കെ ഏകദേശം ഒരു പ്രായമാണ്. അപ്പം അവിടുത്തെ ഏറ്റവും ചെറിയ ആള് ഞാൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രയോറിറ്റി നമുക്ക് ഉണ്ടല്ലോ. പിന്നെ മിനുട്ടല്ലേ രാജുവേട്ടനെ ആണെങ്കിൽ കാനയിലോട്ട് ഇറക്കി. ഞാൻ അതൊക്കെ ചെയ്ത ആള്. ഇപ്പം അവരായിട്ട് ആരെങ്കിലും പിന്നീട് കണ്ടിട്ടോ? കാണാറുണ്ട്. ഇപ്പൊ എന്തെങ്കിലും പ്രോഗ്രാമിന് ചെല്ലുമ്പോഴായാലും ഒക്കെ എല്ലാരും കാണാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മീനൂട്ടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടനും പ്രിയൻ സാറും ഒരുമിച്ചിട്ടുള്ള മൂവി ഒപ്പത്തില് അതും നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതാണ്. അപ്പൊ അതിനകത്ത് ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. ലാലേട്ടന്റെ ഒപ്പം ഒരുപാട് കോമ്പിനേഷൻസ് ഉള്ള ഒരുപാട് സീൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ബോൺ ആക്ടറാണ്. അപ്പൊ ലാലേട്ടന്റെ ഒപ്പം നടക്കുമ്പോ എന്തെങ്കിലും ലാലേട്ടനിൽ നിന്ന് പഠിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അത് ഇപ്പോഴാണ് ചിലപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചേനെ. ആ സമയത്തായതുകൊണ്ട് എങ്ങനെയെങ്കിലും ആരുടെങ്കിലും ഒക്കെ വഴക്കുണ്ടാക്കുക അങ്ങ് പോവാന്നുള്ളതല്ലാതെ നമ്മള് ഭയങ്കരമായിട്ട് ഇത് നമ്മള് ഭയങ്കര ഒരു സംഭവമാണ് നമ്മുടെ മുന്നിൽ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ പിന്നെയും ഞാൻ ഇപ്പം ലാലങ്ങളെ കാണുമ്പോൾ പോലും ഞാൻ ചിന്തിക്കും അയ്യോ അങ്ങനെ വിചാരിക്കുക അയ്യോ ലാലങ്ങളുടെ കൂടെയല്ലേ ഞാൻ അഭിനയിച്ചത്. ഇപ്പൊ പ്രിയനങ്ങൾ വിളിക്കുമ്പോ ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഇപ്പൊ അവര് പണ്ടത്തെ ഇതിൽ തന്നെ ആയിരിക്കും സംസാരിക്കുക. പക്ഷെ നമ്മൾ ഭയങ്കര അയ്യോ ഇവരുടെ കൂടെ ആണല്ലോ ഞാൻ ചെയ്തത് എന്നൊരു സംഭവം ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴുണ്ട്. പക്ഷെ ആ സമയത്ത് അതൊന്നും ഇല്ല. ഭയങ്കര കൂട്ടായിട്ട് ചിലപ്പോ അതുകൊണ്ടായിരിക്കും അത്ര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ ടോപ്പ് സിംഗറിന്റെ ഫ്ലോറിലൊക്കെ ലാലേട്ടൻ എനിക്ക് തോന്നുന്നു 2-3 വട്ടം വന്നിട്ടുണ്ടല്ലേ? അപ്പൊ എവിടെ എങ്ങനെയാ സെറ്റിലൊക്കെ ലാലേട്ടൻ വരുമ്പോ എങ്ങനെയാ? അവിടെ പിന്നെ MG അങ്കിളും കൂടെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ കളിയാക്കാം ഇഷ്ടം പോലെ. അപ്പൊ അവർ രണ്ടാളും ഭയങ്കര നമുക്കറിയുന്ന ഭയങ്കര കൂട്ടായതുകൊണ്ട് നമുക്കും ഭയങ്കര കംഫർട്ടാ. എന്നുവെച്ചാൽ വരുമ്പോഴും ഭയങ്കര ഫ്രീ ആയിട്ടല്ലേ ഉണ്ടാവുക. പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ ഒരു ഇതുണ്ടെങ്കിലേ ഉള്ളൂ അയ്യോ എന്നൊരു സംഭവം. പക്ഷെ അവരെല്ലാരും പണ്ടത്തെ പോലെ തന്നെ. നിങ്ങളുടെ ഒരു ടോപ്പ് സിംഗറിന്റെ ഒരു ഫ്ലോർ ഒരു ഫുൾ വൈബാണല്ലേ? പിന്നെ അതിപ്പോ ഇത്രയും വർഷമായല്ലോ. അപ്പം നമ്മുടെ വീട്ടിലെ പോലെ തന്നെയാ. ഒരു സെക്കൻഡ് ഹോം തന്നെ അതന്നെ. എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഹോം എന്ന് പറയാം. കാരണം ഞാൻ വീട്ടിൽ നിൽക്കുന്ന കഴിഞ്ഞും കൂടുതൽ അവിടെ ഉണ്ടാവാറ്. കാരണം ഇതെന്നും ഡെയിലി ഷോ ആയതുകൊണ്ട് എന്നും നമ്മൾ അവിടെയാണല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ ജഡ്ജസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാരും ഒന്നിച്ച് ശരിക്കും വീട് പോലെ തന്നെയാണ്. MG സാർ ആണെങ്കിൽ നിങ്ങൾക്ക് വിഷുവിനാണെങ്കിൽ കൈനീട്ടം അങ്ങനെയൊക്കെ തരുന്നു. തരും. അതൊക്കെ തന്നില്ല ഞങ്ങൾ ചോദിച്ചു വാങ്ങും. അതെ. അതിപ്പോ MG അങ്കിളായാലും ആന്റി ആയാലും അവിടെയുള്ള ബാക്കി എല്ലാ ആൾക്കാരും അവിടെ ഈ പറഞ്ഞ പോലെ ബാക്കി ആരും എന്റെ അത്ര പ്രശ്നമുള്ള ആൾക്കാരില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു വാങ്ങും. ഈ പറയുന്ന പോലെ ഡ്രസ്സ് എടുത്ത് തരാൻ, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തരാൻ, ഇതൊക്കെ ഞാൻ ചോദിച്ചു വാങ്ങും. എനിക്ക് തോന്നുന്നു മീനൂട്ടിക്ക് ആണെങ്കിൽ കൂടുതൽ ഗിഫ്റ്റ് ഒക്കെ കിട്ടാൻ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ചുമ്മാ പേപ്പർ പൊതിഞ്ഞിട്ട് തന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് സന്തോഷം അതില്ല. എനിക്ക് ഇന്ന സാധനം ഗിഫ്റ്റ് തരണം എന്നില്ല. എനിക്ക് കുഞ്ഞിലെ തൊട്ടേ അങ്ങനെ എനിക്ക് ആരെങ്കിലും ഗിഫ്റ്റ് ആന്ന് പറഞ്ഞിട്ടൊരു സാധനം തന്നാൽ എനിക്കത് ഭയങ്കര സന്തോഷമാണല്ലേ? അപ്പൊ ഈ അതിനകത്ത് നിങ്ങളുടെ ഷോ കാണാൻ വേണ്ടി വരുന്ന ഓഡിയൻസ് ഒക്കെ ഉണ്ടാവില്ല, അവരൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഓ പിന്നെ എനിക്കൊരു 2-3 പവന്റെ ഒരു വളയൊക്കെ തന്നിട്ടുണ്ട്. ആണ് അത് ഏത് സീസണിലായിരുന്നു എന്ന് മറന്നുപോയി. അതെന്റെ അടുത്ത് ഇപ്പോഴും ആൾക്കാർ ചോദിക്കും ആ വള എവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അതെനിക്ക് കുറച്ച് വലുതാണ്, അമ്മ ഇട്ടോണ്ട് നടക്കുന്നു. ഈ സീസണിലാണെങ്കിൽ നമ്മൾ ശരത്തേട്ടനെ കണ്ടില്ല. ഈ സീസണിൽ ശരത്തങ്ങളില്ല. ശരത്തങ്ങൾ കഴിഞ്ഞ സീസണിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ കുറെ തിരക്കൊക്കെ ആയിട്ട് ശരത്തങ്ങൾ വന്നാലും വിളിക്കും, സംസാരിക്കും. പക്ഷെ ഇവിടുന്ന് അങ്ങനെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു കോണ്ടാക്ട്സും ഇല്ല, അങ്ങനെയില്ല. ഇവിടെ ആരുള്ളപ്പോഴായാലും എല്ലാരുമായിട്ട് നമ്മളൊരു കൂട്ടുണ്ടാവുമല്ലോ. പിന്നെ ആണെങ്കിലും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ. അതെ അതെ. അപ്പൊ അതുപോലെ തന്നെ ഡെയിൻ ചേട്ടൻ ടോപ്പ് സിംഗർ എന്ന് പറയുമ്പോൾ മീനൂട്ടിയും ഡെയിൻ ചേട്ടനും ആണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഡെയിൻ ചേട്ടന്റെ ബർത്ത്ഡേക്ക് ആണെങ്കിൽ മീനൂട്ടി സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ ബിഗ് ഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു വൈബൊക്കെ എങ്ങനെയാ?
ഞങ്ങളെന്താ ഞങ്ങൾ നല്ല കുട്ടികളാണ്, അങ്ങനെ പുറത്ത് പറഞ്ഞു വിടാലോ. ഇല്ല, ഞങ്ങൾ നല്ല കുട്ടികളാണ്. ഡേഞ്ചറിനായാലും ഡേഞ്ചറിന് ഈ സീസണിലാണ് വരുന്നത് എങ്കിൽ പോലും നമുക്ക് തന്നെ പെട്ടെന്ന് വന്നൊരു അതുപോലൊന്നും ഇല്ല എനിക്ക്. എനിക്കിപ്പോ എന്താ, ഞാൻ ഡേഞ്ചറിനോട് എപ്പോഴും പറയും എനിക്ക് ചേട്ടന്മാരില്ലായിരുന്നു, അതുകൊണ്ട് ഡേഞ്ചറിന് എന്റെ ചേട്ടനാ. അപ്പത്തേക്കും ഡേഞ്ചറിനെ പറയും എനിക്ക് അനിയത്തില്ലാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ നിന്നെ കണ്ടപ്പോ എനിക്ക് റിഗ്രറ്റ് ചെയ്യുന്നേ ഇല്ല, എനിക്ക് വേണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു കുഴപ്പമൊഴിച്ചാൽ ഡേഞ്ചറെ ഹാപ്പിയാണ് ഞാനും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആ ഒരു ടോപ്പ് സിംഗറിലെ ഫ്ലോർ അത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മൂവി ചെയ്തു, പിന്നെ യൂട്യൂബ് ചാനൽ ഇല്ലേ, യൂട്യൂബ് ചാനൽ ഉണ്ട്, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പ്രൊമോഷൻസ് ചെയ്യുന്നു. ഇതിനൊക്കെ എവിടെ നിന്നാ കുട്ടി ടൈം കിട്ടുന്നേ? ഇങ്ങനെ പറയുമ്പോ ഭയങ്കരമായിട്ട് തോന്നും, പക്ഷെ അത് നമുക്ക് എനിക്കങ്ങനെ വലിയ ഭയങ്കര ഇത് തോന്നാറില്ല. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പരിപാടി ആയതുകൊണ്ടായിരിക്കാം. ഇപ്പൊ ടോപ്പ് സിംഗർ ആണെങ്കിലും അതിന്റെ ഇടയ്ക്ക് ഞാൻ മൂവി ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനൽ പിന്നെ അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഒന്നുമില്ല, അവരെപ്പോഴും നമ്മളെ ഏറ്റവും ക്ലാഷ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ കൺഫേം ചെയ്ത് നിൽക്കും. അങ്ങനെ ഭയങ്കര ഈ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും. അതെ, മെയിൻലി ഒരു സ്നേഹമാണല്ലോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് എപ്പോഴും അവര് കുറച്ച് നന്നായിട്ട് ഇതാക്കട്ടെ എന്നല്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയുള്ള ഒരു ടീമാണ് ഞങ്ങൾക്കും. അതെ അതെ. സാധാരണ നമ്മളിപ്പം എനിക്ക് തോന്നുന്നു മിനുട്ട് ഒരുപാട് നാളായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവ് ആണ് അല്ലെ? അപ്പം സാധാരണ കുറെ നാള് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മളെ തന്നെ പൊക്കുകയും ചെയ്യും, നമ്മളെ താഴ്ത്തോട്ട് ഇടുകയും ചെയ്യും. പക്ഷെ എനിക്കൊന്ന് മീനൂട്ടി ആൾക്കാരോടുള്ള ആ ഒരു പെരുമാറ്റവും അതുകൊണ്ടായിരിക്കും ഇപ്പോഴും എല്ലാവർക്കും മീനൂട്ടിനെ ഭയങ്കര കാര്യമാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയില്ല. സാധാരണ നമ്മളിങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് അങ്ങനത്തെ ഒന്നും ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ഞാനും കണ്ടിട്ടില്ല. അതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇതങ്ങനെ വരാൻ വലിയ സമയമൊന്നും വേണ്ട. ചിലപ്പോ നമ്മള് എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. അപ്പൊ അത് പല പല അഭിപ്രായമാണ്. അപ്പോ എന്തെങ്കിലും പറഞ്ഞു തരുന്നതിനും അതൊക്കെ സന്തോഷാണ് എനിക്ക്. എപ്പോഴെങ്കിലും ഒരു വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇല്ല, അങ്ങനെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടുമില്ല. എനിക്ക് ഇപ്പൊ എന്ത് ചെയ്താലും ഈ പറയുന്ന പോലെ പറഞ്ഞു തരാനും അല്ലെങ്കിൽ അത് വേണ്ട കേട്ടോ അങ്ങനെയൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ട, അങ്ങനെ ചെയ്യണ്ട. അല്ലെങ്കിൽ ഇപ്പം സംസാരിക്കുന്നതിലായാലും ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കത് ഭയങ്കര നെഗറ്റീവായിട്ട് അങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് അത് ഇഷ്ടമാണ്. എല്ലാവരും ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് വിശ്വസിക്കുന്ന അങ്ങനത്തെ ഒരു ആളാണോ? അതെ അതെ, ഭയങ്കര നമ്മളിങ്ങനെ നോക്കുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നുമല്ലോ. അതെ അതെ അതെ, എന്നെ ആർക്ക് വേണം പെട്ടെന്ന് പറ്റിക്കാം. ഓ, എന്നാലും ചേച്ചി കൊള്ളാം. എപ്പോഴെങ്കിലും മറ്റേ കൈ നോക്കിയൊക്കെ പറയുന്ന പോലെ മീനുട്ടി എല്ലാരും പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണോ? ആണ്. എപ്പോഴെങ്കിലും ലൈക്ക് എന്താണ് ആരെങ്കിലും ഓവറായിട്ട് വിശ്വസിച്ചിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇഷ്ടംപോലെ പണി അങ്ങനൊന്നല്ല, ഇഷ്ടംപോലെ. എന്റെ ഫ്രണ്ട് അപ്പുറത്ത് ചിരിക്കുന്നു, ഞാൻ അവളുടെ അടുത്ത് തന്നെ എല്ലാ കഥകളൊക്കെ പറയാറ്. അങ്ങനെ വെച്ചാൽ അങ്ങനെ ഭീകരമായിട്ട് എനിക്ക് വിഷമം ഉണ്ടാക്കുന്നിടത്ത് അങ്ങനെയല്ല. ഞാൻ എല്ലാ ആൾക്കാരെയും എനിക്ക് ഭയങ്കര സ്നേഹം വന്നാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്കിപ്പോ ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി മിണ്ടും സംസാരിക്കും. ഞാൻ എന്റെ സമയം വേണ്ടെന്ന് വെച്ച് ഞാൻ അവർക്ക് വേണ്ടി ഇരുന്ന് സംസാരിക്കും, അങ്ങനെ ചെയ്യും. പക്ഷെ ആക്ച്വലി നമുക്ക് ഭയങ്കര കുറെ നാളായിട്ട് പരിചയമുള്ള അടുപ്പമുള്ള ആൾക്കാരല്ലെങ്കിൽ എന്റെ അമ്മ അച്ഛനെ എന്നെ ചീത്ത പറയും, ആരെ കണ്ടാലും അങ്ങ് പാവാന്ന് പറഞ്ഞു പോകും, അത് നല്ല സ്വഭാവം അല്ല കേട്ടോ എന്ന് പറയും. പക്ഷെ എനിക്കത് മാറ്റണം എന്നുണ്ട്, പക്ഷെ പറ്റത്തില്ല. മേ ബി തിരിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തിരിച്ച് അതേ ഒരു ബോണ്ടിങ് ആയിരിക്കണം എന്നില്ല നമ്മളുടെ അടുത്ത്. അപ്പൊ അങ്ങനെ ഇപ്പം ഞാൻ പറയുന്നൊക്കെ എന്നെ കഴിഞ്ഞ് മൂത്ത ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ. എന്നെ കഴിഞ്ഞ് വലിയ ആൾക്കാരുടെ അടുത്താണ് ഞാനിങ്ങനെ സംസാരിക്കാനായാലും ഇപ്പം എനിക്ക് ഭയങ്കര ചേച്ചി ചേട്ടൻ ഫീലൊക്കെ ആയിരിക്കും. പക്ഷെ ഓരോരുത്തർക്കും ഇറ്റ് ഡിപ്പെൻസ് അല്ലേ, ആരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവർക്ക് പല. അതുപോലെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു യൂട്യൂബിന്റെ ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ അതെ അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അതും ഈ പറയുന്ന പോലെ ഒരു മീഡിയ ആയിരുന്നു ആ സമയത്ത്. ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്, എന്നാൽ പിന്നെ ഞാനും തുടങ്ങാം, അങ്ങനെ അവരെല്ലാവരും പറഞ്ഞിട്ടാണ് ഞാനും തുടങ്ങുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളൊരു ഒരു ടീമിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പം അവരുടെ അടുത്ത് നമ്മൾ ഓക്കെ നമ്മൾ ചെയ്യാൻ വില്ലിങ് ആണെന്നുള്ള ഇതില് അങ്ങനെ അവരിങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യായിരുന്നു. അപ്പൊ നമ്മളത് ഓക്കെ ആയി അങ്ങനെ ചെയ്തു. പക്ഷെ അത് അത്ര നല്ല രീതിക്കല്ല മുന്നോട്ട് പോയത്. പിന്നെ അത് മാറി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നന്നായിട്ട് പോകുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു മീനൂട്ടിന്റെ കോണ്ടന്റ്സ് ഒക്കെ ആയാലും നല്ല ആൾക്കാർക്ക് പെട്ടെന്ന് ബോറടിക്കാത്ത കോണ്ടന്റ്, നല്ല ഫ്രഷ് കോണ്ടന്റ്സ് ആണ് ഇടുന്നത്. ആരാണ് ഇതിന്റെ പിന്നില്? കോണ്ടന്റ് ഹെഡ് ആരാണ്?
അങ്ങനെയൊന്നുമില്ല. content ഒക്കെ പറഞ്ഞു ശരിക്കും അങ്ങനെ ഒരു സാധനം ഇന്ന സാധനം നമുക്ക് വീഡിയോ എടുക്കാം അങ്ങനൊന്നും ഉണ്ടാവില്ല. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇപ്പൊ ചെന്നാൽ നമുക്ക് വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുന്നുള്ളത്. അല്ലാതെ ഞാൻ യൂട്യൂബ് ചാനൽ ഇടാനായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ എഫോർട്ടൊന്നും ഞാൻ എടുക്കാറേ ഇല്ല. കഴിഞ്ഞ നമ്മുടെ ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂല് വന്നപ്പോ അച്ഛന്റെ അമ്മയുടെ ലവ് സ്റ്റോറി ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എവിടെ കള്ളക്കാമുകയൊക്കെ എവിടെ അവര് വീട്ടിലുണ്ട്. ചോട്ടാസ് രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴും യുവമിഥുനങ്ങളായിട്ട് അവരങ്ങനെ ഇരിക്കുന്നു. അല്ല രണ്ട് ചെറിയ അവരാൾക്ക് വീട്ടിലുണ്ട്. രണ്ട് അനിയന്മാരാ എനിക്ക്. ഏറ്റവും ചെറിയ ആളിപ്പോ 5 വയസ്സ്, മറ്റേ ആളിപ്പോ 6th പഠിക്കുന്നു. രണ്ടും ചെറിയ ആൾക്കാരാ. ഒരാള് ഒരുപാട് മൂവീസ് ഫിലിമിലൊക്കെ ഉള്ള ആളാണ്. മമ്മൂക്കാന്റെ ചെറുപ്പം ചെയ്തിട്ടുണ്ട്. അതെ, ഇപ്പൊ നമ്മുടെ കടുകണ്ണാവാന്ന് പറഞ്ഞിട്ട് മനോരഥങ്ങൾ അതിന്റെ അകത്ത് അവനാണ് മമ്മൂക്കയുടെ ചെറുപ്പം ചെയ്തേക്കുന്നത്. ഫുൾ എന്താ പറയാ സെലിബ്രിറ്റി ഫാമിലി. അശോ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ, അയ്യോ കടപ്പോയി. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യങ്ങൾ 5 വരെ ഉണ്ടുള്ളൂ. അപ്പോഴത്തേനും ആൻസർ പറയണം. പെട്ടെന്ന് ഓക്കെ, ഒരു റാപ്പിഡ് ഫയർ പോലെയാണ്. ഓക്കെ, പെട്ടെന്ന് ചോദിക്കും, പെട്ടെന്ന് പറയണം. ഓക്കെ, ടോപ്പ് സിംഗറിൽ ഒരു ദിവസത്തെ പേയ്മെന്റ്. അയ്യോ അതെനിക്ക് അയ്യോ അത് ഞാൻ കൃത്യമായിട്ടൊന്ന് വീട്ടിൽ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ സിംഗിൾ ഓർ കമ്മിറ്റഡ്? 1 2. ഇതെന്താ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ? എനിക്ക് ചേട്ടൻ ക്വസ്റ്റ്യൻ. അയ്യോ അങ്ങനെ അത് പറഞ്ഞാ പിന്നെ ഒരു ഇതില്ലല്ലോ. ഇതിപ്പോ എന്റെ അടുത്ത് എല്ലാരും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളിപ്പം നമ്മളൊരു ഡിഗ്രി ഒക്കെ ഏജ് ആയപ്പോഴത്തേക്കും എല്ലാരും നമ്മള് സിംഗിൾ ആണോ കമ്മിറ്റഡ് അങ്ങനെ ചോദിക്കത്തില്ലേ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ പിന്നെ ഒരു ഇതില്ലല്ലോ. നമുക്ക് അങ്ങനെ തോന്നിയാലോ, സിംഗിൾ ആണോ അങ്ങനെ തോന്നിയാലോ. ഒരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വരുന്ന പ്രപ്പോസലിന് കയ്യും കണക്കും ഇല്ല. അങ്ങനൊന്നുമില്ല, സീരിയസ് ആയിട്ട് അങ്ങനൊന്നുമില്ലേ. ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞത്. അല്ല, ഇൻസ്റ്റാഗ്രാം വഴി വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യൂട്ട് പ്രപ്പോസൽ അങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു ചേട്ടനുണ്ട്, കിച്ചുനൊക്കെ അറിയാം, എന്റെ ഫ്രണ്ട് ആട്ടോ. ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ എന്ന് എനിക്ക് ഗുഡ് മോർണിംഗ്, ഫുഡ് കഴിക്കാൻ പോവാ റിക്വസ്റ്റിലാ കിടക്കുന്നേ. അയ്യോ, ആ ചേട്ടൻ എങ്ങനെ ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല കേട്ടോ. ഒരു ചേട്ടൻ അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാ, മീനൂട്ടി ഫുഡ് കഴിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. പിന്നെ ഞാനും അച്ഛൻ അമ്മയൊക്കെ കൂടെ ഇരുന്ന് വായിക്കുന്ന രാത്രിയാകുമ്പോ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് അത് മാത്രമല്ല വേറെ ഒന്നും ഞാൻ അങ്ങനെ തുറന്നു നോക്കിയാൽ റിപ്ലൈ തരാതിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്പൊ എല്ലാരും എങ്ങനെയാന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾക്ക് ആ ചേട്ടനോട് നമ്മൾ ചേട്ടാ പോട്ടെ സാരമില്ല എന്നും പറഞ്ഞിട്ട് ഇനിയിപ്പൊ ആ ചേട്ടൻ നമ്മളെ അടുത്ത് എങ്ങനെയാ നിക്കാൻ നമുക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാത്തത്. അങ്ങനെ ഒന്നും വിചാരിക്കരുത്. അതുപോലെ ഏതെങ്കിലും വിയേർഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഏതെങ്കിലും പ്രപ്പോസൽസ് ഉണ്ടോ? അത് ഇപ്പൊ നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ വലിയ പാടൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ചേച്ചിക്കാണെങ്കിലും നമ്മൾ ഇപ്പൊ ഒരാൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഫോൺ എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലവ് യു എന്ന് മെസ്സേജ് എടുത്താൽ അവിടെ എത്തും. അല്ല ചേച്ചിക്ക് ഞാൻ ഉദ്ദേശിച്ചത് ആർക്ക് വേണമെങ്കിൽ അത് എത്താം. അതെ, ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാ. ഭയങ്കര ആത്മാർത്ഥ പ്രണയം ആവണമെന്നൊന്നും ഇല്ലല്ലോ ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ കൂടെ വരുന്നത്. അത് ഇപ്പൊ ചിലര് ഫ്രണ്ട്സ് കൂടി ഇരുന്ന് വല്ല തമാശക്കും ചെയ്യുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഇൻസ്റ്റഗ്രാമിൽ നോക്കുമ്പോ അങ്ങനെ കുറെ കാണാറുണ്ട്. അല്ലാതെ എന്റെ അടുത്ത് ഡയറക്റ്റ് വന്ന് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടൊന്നും ഇല്ല. ഇല്ലില്ല. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ കൗശിക് എന്ന് പറയുന്നത്. അതെ, അതിന്റെ കോമന്റ്സിൽ നിങ്ങൾ തമ്മിൽ ലവ് ഒരുപാട് കോമന്റ്സ് ഉണ്ട്. എന്താണ്? ഇല്ല, അത് ആക്ച്വലി ഞങ്ങൾ ആ സമയത്ത് ഒരു ആൽബം ഒന്നിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും കൗശിക്കും ആക്ച്വലി 6 വർഷത്തെ പരിചയമാണ്. ഞങ്ങൾ ടോപ്പ് സിംഗർ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ആൾക്കാരും സീസൺ 1 എല്ലാ ആൾക്കാരും ഞങ്ങൾ ഇപ്പോഴും നല്ല കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ ഒന്നിച്ചൊരു ആൽബം ചെയ്തു. അപ്പൊ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്ന ഫോട്ടോസും കമന്റ്സും കാര്യങ്ങളൊക്കെയാണ്. അടുത്തത്, കുളിക്കാതെ ഷൂട്ടിന് പോയിട്ടുണ്ടോ? ഉണ്ട്. എണ്ണാ പോലും ഗ്യാപ്പ് വന്നില്ല. അയ്യേ, ഇത് ഇവന്റെ അമ്മനെ കാണുന്ന. അടുത്തത്, ഇൻസ്റ്റയിലെ Q&Aയിൽ കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ല, ഉണ്ട്. അതൊന്നും പറയാം, അത് പറഞ്ഞാ പറ്റത്തില്ല. എന്നാലും കള്ളം പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്നാലും ഞാൻ ഭീകരമായിട്ടുള്ള ഞാൻ തരുന്ന ആൻസർ തെറ്റല്ല, പക്ഷെ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, ശ്രദ്ധിച്ചോ? Will you me marry? അല്ല, will you marry me മെസ്സേജുകൾക്ക് കൊടുക്കാറുള്ള മറുപടി കൊടുക്കാറില്ല. ഇല്ല, ഞാൻ മറുപടി കൊടുക്കാറില്ല. ഒന്നും കൊടുക്കാറില്ല? ഇല്ല, ഒന്നും പറയാറില്ല. ഇല്ല, ഞാൻ എന്താ പറയാനാ? ഓപ്പൺ ചെയ്യാറില്ലേ?
ഇല്ല, അതങ്ങനെ റിക്വസ്റ്റിൽ വരും. ഇൻസ്റ്റ വേറൊരു മീഡിയം കൂടെ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ മെസ്സേജ് വരുമ്പോ ഞാൻ നോക്കും, ഞാൻ അവരോട് എന്നാ പറയാനാ. എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, അടുത്തത് ഇന്നേർ വെക്കാറില്ലേ? ഇന്നേർ മൈക്ക് വഴി പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്നും വഴക്ക് കേൾക്കാറുണ്ടോ? ഇല്ല. വഴക്ക് കേൾക്കാറില്ല. ചേട്ടാ ഒന്ന് കണ്ടുപഠിക്കും. അതെന്താ നിങ്ങളൊക്കെ വഴക്ക് പറയോ? ഇല്ല. ഇതൊന്ന് സ്കൂളോ? അങ്ങനൊന്നുമില്ല. ഓക്കെ, അടുത്തത് സിന്ധു ശ്രീധർ, ഉണ്ണികൃഷ്ണൻ സി, രാകേഷ് പനയാൽ, ആരാണ് മീനാക്ഷിയുടെ ഫേവറേറ്റ്? അയ്യോ, ഇത് എവിടുന്ന് കിട്ടി ഇവരൊക്കെ പേര്? അല്ല, അതെനിക്ക് പറയാൻ പറ്റത്തില്ല. ഇല്ല, അതെനിക്ക് പറയാൻ പറ്റത്തില്ല. അയ്യോ, അത് സീരിയസ്ലി. ഇപ്പം സിന്ധു ചേച്ചിയാണ് ഫസ്റ്റ് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ പ്രൊഡ്യൂസർ. സിന്ധു ചേച്ചിയായിരുന്നു. അപ്പം ഞാൻ ചെന്ന സമയത്ത് ഞാൻ കാണുന്നത് സിന്ധു ചേച്ചിനെയാണ്. അപ്പൊ സിന്ധു ചേച്ചി ശരിക്കും എൻ്റെ അമ്മയെ പോലെയാണ്. എനിക്ക് ഇപ്പോഴും എനിക്ക് എന്നാ കാര്യം ഉണ്ടെങ്കിലും ഞാൻ വിളിച്ച് ഞാൻ ഇപ്പോഴും സിന്ധു അമ്മയെന്നാ വിളിക്കുക. അപ്പൊ സിന്ധു അമ്മ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നിട്ട് ഞാൻ പറയുന്നത് സിന്ധു ചേച്ചിയുടെ അടുത്തായിരിക്കും. ഉണ്ണിയങ്കിൾ എന്ന് പറയുന്നത് എനിക്ക് പിന്നെ വന്നത് ഉണ്ണിയങ്കിളാണ് ടോപ്പ് സിംഗർ ചെയ്തത്. ഉണ്ണിയങ്കിളും എനിക്ക് ഈ പറയുന്ന പോലെ ഭയങ്കര കംഫോർട്ടിങ് ആയിട്ട് എനിക്ക് ഏറ്റവും എന്താ പറയാ, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛയും അമ്മയും പോലെ തന്നെ ഉള്ള ഒരാളാണ്. പിന്നെ രാകേഷ് ഏട്ടൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന രാകേഷ് ഏട്ടനാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ കാര്യത്തിനും മിനുട്ടിക്ക് അങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിന്ന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അവരെ പറഞ്ഞാൽ മറ്റേ ദൈവം ചോദിക്കാന്നൊക്കെ പറയുന്നത് അവരെ മൂന്നാളും പറയാൻ പറ്റൂല. നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞു. മീനുട്ടിനെ കാണുമ്പോ വേറെ ആരുടെങ്കിലും ഫേസ് കട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ലക്ഷ്മി നക്ഷത്ര ചേച്ചിയുടെ ഫേസ് കട്ട് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആണോ? ഇല്ല, ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കൂലോ, അപ്പൊ എനിക്ക് തോന്നിയപ്പോ എനിക്ക് എവിടെ നിന്നൊക്കെയോ ലക്ഷ്മി നക്ഷത്ര ചേച്ചിനെ പോലും തോന്നി. അത് ഞങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമ കാരണം അങ്ങനെ തോന്നുന്നത്. അത് പിന്നെ മറ്റേ ജീപ്പ് ചേട്ടന്റെ ഭാര്യയില്ലേ ഗോപിക ചേച്ചി, ഗോപിക ചേച്ചിയുടെ ഒരു കട്ടുണ്ട് ഉണ്ടേ. എല്ലാരും സൈഡിലൊക്കെ ഇരുന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചു. എനിക്ക് മാത്രമാണോ തോന്നണേ? ഞാൻ ബ്ലൈൻഡ് ആണ്. ഇല്ല, എന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ലേ? ഇല്ല. ഒരാളുടെ ഫേസ് കട്ടില്ല എന്നാണോ പറഞ്ഞേക്കുന്നേ? അല്ല, അങ്ങനെ ഇതിനെ പറ്റി അങ്ങനെ കൂലങ്കർഷമായി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അതെ. ഓക്കെ, അപ്പം ജനുവരി 24 സൂപ്പർ ജിമ്നി ഇറങ്ങാൻ പോകുന്നത്. അതെ. അപ്പൊ ഈ മൂവി ആണെങ്കിൽ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? ഇപ്പം നമുക്കറിയുന്ന പോലെ തന്നെ പുതിയൊരു ക്രൂ ആണ്, എല്ലാവരുടെയും പുതിയ മൂവിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് റിവ്യൂസ് ഒക്കെ പറയാം ഉറപ്പായിട്ടും. കാരണം അത് അവർക്ക് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഇനി മുമ്പോട്ടായാലും വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്കത് ഭയങ്കര സംഭവമായിരിക്കും. കണ്ട് നമ്മളിപ്പം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഉള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഒരു ഫാമിലി മൂവിയാണ്, എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് ഉറപ്പായിട്ടും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇത് ഒരു ഡ്രഗ് അബ്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാന്ന് പറഞ്ഞു. പണ്ടൊക്കെ നമ്മൾ ഈ ഡ്രഗ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഒരുപാട് എന്താ പറയാ പുറത്ത് ഇപ്പൊ ബാംഗ്ലൂർ, മുംബൈ അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ കൊച്ചി ആയിക്കോട്ടെ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതൽ ഓർമ്മ വരും. ഇപ്പൊ ഇതിന്റെ എനിക്ക് തോന്നുന്നു ഷൂട്ട് ലൊക്കേഷൻ ഒക്കെ പത്തനംതിട്ട ആ ഒരു ഭാഗം. പിന്നെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്കൊരു ഗ്രാമപ്രദേശം പോലത്തെ സ്ഥലങ്ങളൊക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ആ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനത്തെ ഒരു സ്റ്റോറി കൊണ്ടുവന്നത്? അതിനെപ്പറ്റി എനിക്കും വലിയ ധാരണയില്ല. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഞാൻ അതിനെപ്പറ്റി ഇതുവരെ ഞാൻ അങ്ങനെ ഓർത്തിട്ടില്ല. ശരിയാ, നമുക്ക് അവരോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി മീനുട്ടിയുടെ ഇനി വരുന്ന പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇപ്പൊ ഈ 20th ഫെബ്രുവരി 20th നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞത് ചാക്കോച്ചൻ പ്രിയാമണി ചേച്ചി മൂവി റിലീസാണ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ വിശേഷം. അതെ. അതിനകത്ത് എങ്ങനത്തെ റോളാ ചെയ്യുന്നത്? ഞാൻ ചാക്കോച്ചന്റെയും ചേച്ചിയുടെയും മോളാണ്. അപ്പൊ അതിടനെ ഉണ്ട്. അടുത്തൊരു ബിഗ് പ്രൊജക്ട് അതാന്ന് തോന്നുന്നു അല്ലേ? വേറെ എന്തെങ്കിലും പുതിയത് ഇപ്പൊ കമ്മിറ്റ്? ഇല്ല, ആ മൂവിയാണ് ഇപ്പൊ വരാനുള്ളത്. പിന്നെ പ്രൈവറ്റ് എന്ന് വേണ്ട നമ്മുടെ ഇന്ദ്രൻ സംഘങ്ങളുടെ കൂടെ ഒരു മൂവി വരുന്നുണ്ട്. ഭയങ്കര കമ്പനിയാന്ന് തോന്നുന്നുണ്ടല്ലേ? വേറൊരു മൂവിയുടെ ലൊക്കേഷനിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾ ഭയങ്കര കൂട്ടാണ്. ഞാനാണ് എല്ലാ കുരുത്തക്കേടും പഠിപ്പിക്കാൻ ഇപ്പൊ എല്ലാരും എന്റെ അടുത്ത് പറയുന്നുണ്ട്. ഞാനാണ് ലേസ് തിന്നാൻ പഠിപ്പിക്കുക, ഫോണില് ഗെയിം കളിക്കാൻ പഠിപ്പിക്കാനാണ്. അപ്പൊ ഇല്ലാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സത്യം പറഞ്ഞ ആ മൂവി കഴിഞ്ഞ് വന്നപ്പം എന്നാ അങ്കിള് അയ്യോ ഇനി കുറച്ച് ദിവസം കാണാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ ഒരു സങ്കടം ഉണ്ടായത് എനിക്ക് അങ്കിളുടെ അടുത്ത് നിന്നാണ്. കാരണം ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് കുഞ്ഞിലെയാണല്ലോ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇന്ദ്രൻ സംഘങ്ങളുടെ കൂടെ എന്റെ ഈ പ്രായത്തിൽ ഒരു വർഷമായിട്ടുണ്ടാവും ഇപ്പൊ ആ മൂവി ചെയ്തിട്ട്. അപ്പൊ ആ പ്രായത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അത്രയും ഇഷ്ടവും അയ്യോ എനിക്ക് പറയാൻ പറ്റത്തില്ല, എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പം മീനുട്ടിയുടെ 2 പാട്ട് ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള 2 സോങ്സ് ഇല്ലേ? ഇപ്പം മിനുങ്ങും മിന്നാ മിനുങ്ങേ ആയാലും എന്നോ ഞാനെന്ത്, ഈ 2 പാട്ടും ശ്രേയക്കുട്ടി അല്ലേ പാടിയിരിക്കുന്നത്? എന്തെങ്കിലും നിങ്ങളുടെ സൗണ്ട് തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി അങ്ങനെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടുണ്ട്. അവക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് എന്റെ മെക്രോ സൗണ്ടും അവളുടെ സൗണ്ടും സെയിം ആണ്. ഇല്ല, അങ്ങനെ പറയാറുണ്ട്.
അങ്ങനെ പറയാറുണ്ട്. പണ്ട് എപ്പോഴും ആ മൂവിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് എല്ലാരും ഇങ്ങനെ പറയായിരുന്നു, MG അങ്കിളും ലാലങ്കളും പാടുന്ന പോലെ ആ കോംബോ പോലെ. കാരണം ഞാൻ പിന്നെ ചെയ്തിട്ടുള്ള മൂവീസിലെല്ലാം ഞാൻ കന്നഡ മൂവി ചെയ്തപ്പോഴും ശ്രേയ തന്നെയാണ് അതിൽ പാടിയിരിക്കുന്നത്. അപ്പോ ആ ഒരു കോംബോ അങ്ങനെ തന്നെ ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും വേഷങ്ങൾ ചെയ്യുമ്പോ ഇപ്പൊ നമ്മൾ ഒരുപാട് കുട്ടി കുട്ടി വേഷങ്ങൾ ചെയ്തല്ലോ, കുട്ടി ഉണ്ണി എന്താ പറയണ ഉണ്ണിമക്കൾ അതല്ലേ ഉണ്ണിമക്കളുടെ വേഷങ്ങൾ ചെയ്തത്, ഇനി എങ്ങനത്തെ ഒരു വേഷങ്ങളൊക്കെ ചെയ്യാനാണ് ആഗ്രഹം? എനിക്ക് അങ്ങനെ ഞാനിപ്പോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു വലിയ ഒരു നായിക ക്യാരക്ടർ ഒന്നും ഇപ്പൊ ഇതുവരെ ചെയ്തിട്ടില്ല. പെട്ടെന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആ ഒരു, എനിക്ക് തോന്നുന്നില്ല എന്നെ ഇപ്പം അങ്ങനെ ഒരു നായിക ക്യാരക്ടറിലൊന്നും കണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം ഒരു മെച്യൂരിറ്റി എനിക്കും ഇല്ല, കാണുന്നവർക്കും അത് അത്ര കംഫർട്ടബിൾ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നെ ഒരു നായികയായിട്ടൊക്കെ കാണുമ്പോൾ അയ്യോ അത്ര വലുതായോ, രാജുവേട്ടന്റെ നായികയാവണം എന്ന് പറഞ്ഞു. അത് ഞാൻ കുഞ്ഞിനെ തൊട്ട് പറയുന്നതാ. ഇപ്പൊ രാജുവേട്ടന്റെ ഒപ്പം പടം ചെയ്തു, പിന്നെ ലാലേട്ടന്റെ ഒപ്പം പടം ചെയ്തു, ഇനി ആരുടെ കൂടെ, ഇനി അടുത്ത ഒരു ലക്ഷ്യം ലാലങ്ങളുടെ ഒപ്പം ചെയ്തു, ഇനി അടുത്ത ലക്ഷ്യം ആരാണ്? ലാലങ്ങളോട് ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി വിചാരിക്കില്ല മമ്മൂക്കയുടെ കൂടെ ചെയ്യണം, അങ്ങനെ ഭയങ്കര ആഗ്രഹമുണ്ട്. നീ പുറത്ത് തമിഴ് തെലുങ്കു അങ്ങോട്ട് കന്നഡ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശിവരാജ് കുമാർ അങ്കിളുടെ കൂടെ ഒരു മൂവി കവച എന്ന് പറഞ്ഞിട്ട്, അത് ഒപ്പത്തിന്റെ കന്നഡയായിരുന്നു. അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹിന്ദി മൂവി ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഋഷി കപൂർ സാറും ഇമ്രാൻ ഹാഷ്മിയും ഒക്കെ ആയിട്ട്, ദ ബോഡി എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു. ഇപ്പൊ മലയാളത്തിൽ പിന്നെയും ഒരുപാട് പാൻ ഇന്ത്യൻ സ്റ്റാർ ആണപ്പോ. അങ്ങനൊന്നുമില്ല, കുറച്ച് പണ്ട് അതൊക്കെ, ഒത്തിരി മുന്നേ ആണ്. ഓക്കെ, അപ്പൊ ഒരു കോമറ്റ് എടുത്തൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ലൈക് മീനൂട്ടി തന്നെ എടുത്തതാണോ അത് ഫാമിലി എല്ലാരും കൂടെ കൂടി? അച്ഛന് വേണ്ടി എടുത്തതാ, അച്ഛന് വേണ്ടി വാങ്ങിയതാണ്. ഞാൻ ഇതുവരെ ലൈസൻസ് പോലും എടുത്തില്ല. എനിക്ക് ഓടിക്കാൻ അറിയാം, പക്ഷെ എനിക്ക് ലൈസൻസ് എടുത്ത് തന്നിട്ടില്ല ഇതുവരെ. അപ്പോ അച്ഛനെ ഓടിക്കാൻ വേണ്ടി എടുത്തത്. വീട്ടില് നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴും പോകാനായിട്ട്, ഇപ്പം ഞാനും അവനും മറ്റേ ആള് മൂവി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഞങ്ങൾ രണ്ടാളും തിരക്കാണെങ്കിൽ വീട്ടിലെ 2 വണ്ടിയും പോകും. അപ്പൊ അവർക്ക് വേറെ വണ്ടി ഇല്ല വീട്ടില്, അപ്പൊ അതിന് വേണ്ടിയിട്ട് എടുത്തൊരു കുഞ്ഞു വണ്ടിയാണ്. അച്ഛനും അമ്മ ആയിക്കോട്ടെ രണ്ടാളും ഭയങ്കര പ്രൗഡ് ആയിരിക്കും. മീനൂട്ടി ഇപ്പം നല്ല എന്താ പറയാ ഒരുപാട് ഷോസ് ചെയ്യുന്നു, മൂവീസ് ചെയ്യുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ മീനൂട്ടിക്ക് തന്നെ എന്റെ അച്ഛനും അമ്മ ഏറ്റവും കൂടുതൽ പ്രൗഡായി എന്ന് തോന്നിയിട്ടുള്ള ഒരു നിമിഷം ഏതായിരിക്കും? അതെനിക്ക് അത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. കാരണം എനിക്കത് ഭയങ്കര കാര്യമാണ്. എനിക്ക് എപ്പോഴും ഞാൻ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ അച്ഛയും അമ്മയും ഭയങ്കര സന്തോഷം എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അത് ഭയങ്കര സന്തോഷം. എനിക്ക് അവരെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് ഞാൻ ഭയങ്കര സക്സസ് ആയിട്ട് കണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റേജിൽ കയറി, ഞാൻ എന്നും പരിപാടിക്ക് പോകുന്നുണ്ടെങ്കിലും എൻ്റെ അമ്മേനെ ഞാൻ ഏതെങ്കിലും ഒരു ഇനോഗ്രേഷൻ എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ അമ്മേനെ എടുത്തുകൊണ്ടിട്ട് അമ്മ കരയും. അമ്മ ഇപ്പോഴും കരയും. അമ്മ ഞാനിപ്പോ എൻ്റെ ആനിവേഴ്സറിക്ക് പോലും ഞാൻ സ്റ്റേജിൽ കയറി അമ്മ കരയും. അത് എന്തിനാന്ന് അമ്മയ്ക്ക് പറഞ്ഞൂടാ, എനിക്ക് പറഞ്ഞൂടാ. അപ്പം എനിക്ക് അമ്മയ്ക്ക് അങ്ങനെ ഒരു സന്തോഷം വന്ന എന്റെ വിചാരം ഈ പരിപാടി ഓക്കെയാ, ഇത് സക്സസ്. അങ്ങനെ അതിപ്പോ എന്റെ മൂവി കാണുമ്പോഴായാലും ഒരു ട്രെയിലർ, ഒരു പോസ്റ്റർ റിലീസ് ആകുമ്പോഴാണെങ്കിൽ തന്നെ അമ്മയ്ക്ക് അത് ഭയങ്കര, അമ്മയ്ക്ക് അങ്ങനെ ഇമോഷണലി ഭയങ്കര. അച്ഛന് പിന്നെ ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ, ഞാൻ സംഭവമാണ്. അങ്ങനെ അച്ഛക്കെല്ലാം എന്റെ മോള് കഴിഞ്ഞിട്ട് ഇവള് സംഭവം, അത് എപ്പോഴും അതെ, അച്ഛക്ക് എപ്പോഴും അങ്ങനെ തന്നെയാ. അതെനിക്ക് ഭയങ്കര കാര്യമാണ്. അച്ഛക്ക് ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ, ഞാനാണ് മെയിൻ. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പം അവർ രണ്ടാളും ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്നതാണ് എന്റെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം. മീനൂട്ടിയുടെ സക്സസിന് പിന്നിൽ ഏറ്റവും വലിയൊരു ഒരു മേജർ പങ്ക് തന്നെ അച്ഛനും അമ്മയും ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള കൂൾ പാരന്റ്സ്, എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു പാരന്റ്സ്. എന്റെ അടുത്ത് ഇപ്പം എന്റെ യൂട്യൂബ് ചാനൽ കാണുമ്പോഴായാലും ഒക്കെ എന്റെ ഏജിലുള്ള ടീനേജ് കുട്ടികൾ വന്ന്, ഇപ്പൊ എനിക്ക് അവരുടെ വില അത്ര അറിയണമെന്നില്ല, കുട്ടികൾ വന്ന് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേച്ചിയുടെ അച്ഛനമ്മ ശരിക്കും ഇങ്ങനെയാണോ, അത് നിങ്ങൾ അഭിനയിക്കുന്നതാണോ എന്ന്. പക്ഷെ എന്റെ അച്ഛനമ്മ ശരിക്കും അങ്ങനെ തന്നെയാ കേട്ടോ. അപ്പോ അവരിങ്ങനെ എന്റെ അടുത്ത് ഇപ്പൊ നമ്മള് പുറത്തിറങ്ങുമ്പോഴായാലും ഒക്കെ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ എന്നുവെച്ചാൽ അച്ഛനും അമ്മ ഇത്രയും ഹാപ്പി ആയിട്ട് ഇത്രയും നമ്മുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുക, അല്ലെങ്കിൽ എന്ത് വേണേസ് എന്ന് പറയാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അത് വലിയൊരു ലക്കാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ഈ 18-19 വയസ്സുള്ളപ്പോഴാണ്. കാരണം അതുവരെ നമ്മുടെ അച്ഛനമ്മ എന്നും ഇങ്ങനെയാണ്, മറ്റേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാതെ അവരെന്നും ഇങ്ങനെ, അപ്പൊ എല്ലാരും ഇങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷെ എല്ലാ അച്ഛനമ്മമാരും മേ ബി ഇത്രയും ഫ്രീ ആയിട്ടോ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്റെ അച്ഛനും അമ്മ അങ്ങനെ ആയത് എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ്. എനിക്കത് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളൊരു കാര്യം. കാരണം ഞാൻ എവിടെ പോയി എന്നാ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നാലും എന്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ അച്ഛത് ഒതുക്കി തീർത്തോന്ന് എനിക്കറിയാം. ഇപ്പൊ ഞാൻ കോളേജിലാണ് ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി, അച്ഛൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനത് എന്തെങ്കിലുമൊക്കെ ചെയ്തോളും എന്ന് എനിക്ക് അറിയാം. അച്ഛൻ അത് നോക്കിക്കോളും.
എനിക്ക് എപ്പോഴും എൻ്റെ പുറകിൽ ഇങ്ങനെ എൻ്റെ അച്ഛയുണ്ട് എന്ന് എനിക്ക് ഭയങ്കര ഭയങ്കര ധൈര്യമാണ്. അപ്പം ഇപ്പൊ എനിക്ക് ആരോടെങ്കിലും ചെന്ന് എന്തെങ്കിലും പറയാനാണെങ്കിലോ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിലോ എനിക്കതിനൊരു കുഴപ്പമില്ല, കാരണം എനിക്ക് അച്ഛനുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ധൈര്യമാണത്. ഓക്കെ, അപ്പൊ കോളേജിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ എവിടെയാ പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി ചെയ്യുവാണ്, ലിറ്ററേച്ചർ എടുത്തിരിക്കുന്നത്. മണർകാട് സെന്റ് മേരീസിലാണ് പഠിക്കുന്നത്. ഞാൻ കോട്ടയംകാരിയാണ്, അപ്പൊ മണർകാടാണ് പഠിക്കുന്നത്. ക്ലാസ്സിലൊക്കെ പോവാൻ ഗ്യാപ്പ് കിട്ടാറുണ്ട് പോലെ ഞാൻ 10th തൊട്ടേ, ആ സമയത്താണല്ലോ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് പഠിത്തമൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാം. അപ്പൊ തൊട്ടേ എന്നെ ഒരു ടീച്ചർ വീട്ടിൽ വന്നിട്ട് പഠിപ്പിക്കും. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കോളേജ് ലൈഫ് മിസ് ചെയ്യരുതെന്ന് എനിക്ക് നിർബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ കോളേജിൽ പോകും. വീട്ടിലിരിക്കുന്ന ദിവസം ഞാൻ കോളേജിൽ പോകും. അപ്പൊ അങ്ങനെയൊക്കെയാണ് മീനൂട്ടിയുടെ വിശേഷങ്ങൾ. ഏറ്റവും പുതിയ വിശേഷം നമ്മുടെ ജനുവരി 24 ഇറങ്ങാൻ പോകുന്ന സൂപ്പർ ജെമിനിയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.